എന്ന് നാം വായിച്ചതായ സങ്കീർത്തനം വളരെ സുപരിചിതമായ സങ്കീർത്തനമാണ്. 23 സങ്കീർത്തനം. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതൊന്നും ഞാൻ ഹല്ലേലൂയ ഇപ്പോൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ, അതായത് കഴിഞ്ഞ 2 ദിവസമായിട്ട് എന്നെ സന്തോഷിപ്പിക്കുകയും ആത്മാവിൽ എന്നെ നടത്തുകയും ചെയ്ത ഒരൊറ്റ വാക്യമാണ്. ആ വാക്യം ഒന്ന് വായിക്കാം. 23 സങ്കീർത്തനം അതിന്റെ 4-ാം വാക്യം. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. പലപ്പോഴും ഈ വാക്യം കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് 2 ദിവസമായിട്ടുള്ളൂ, ഈ 2 ദിവസം എന്നെ ചിന്തിപ്പിക്കുവാനായിട്ടിടയായി. അവിടെ പറഞ്ഞത് കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. അടുത്തെന്താ? നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. അത് എങ്ങനെയാണെന്ന് മാച്ചാക്കി എടുക്കുക? എങ്ങനെയാ അതിനെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകാനായിട്ട് കഴിയുക? കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം കർത്താവ് കൂടെ ഉണ്ട്. അല്ലെ? നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. പിന്നെ അടുത്തെന്താ? അതെങ്ങനെയാ ആശ്വാസം വന്നേ? അനർത്ഥത്തിൽ കൂടെ കടന്നു പോകുന്ന ഭക്തന് ദൈവം കൂടെ ഇരിക്കുകയാണ്. പിന്നെ വടിയും പോലും അതെങ്ങനെ ആശ്വാസം വന്നേ? എന്നെ കൂടുതൽ ചിന്തിപ്പിക്കുവാനായിട്ടേ. പലപ്പോഴും ഈ വടിയും കോലിനെ കുറിച്ച് അനേക ദൈവദാസന്മാർ സംസാരിച്ചിട്ടുണ്ട്. അല്ലെ? വടി ചെറുതാണ്, കോല് നീളമുള്ളതാണ്. കോല് വെച്ച് നീട്ടി അതിന്റെ ശിഖരങ്ങൾ താത്തി കൊമ്പുകൾ ഒടിച്ച് ആടുകൾക്ക് തിന്നാനായിട്ട് കൊടുക്കുന്ന നല്ല ഇടയുടെ ചിത്രങ്ങൾ എല്ലാം എന്നെ വളരെയധികം ഞാൻ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഈ ദിവസങ്ങളിൽ എന്നെ ചിന്തിപ്പിക്കുകയാണ്, അനർത്ഥത്തിൽ കൂടെ കടന്നു പോകുന്നവന് എങ്ങനെ ഈ വടിയും കോലും ആശ്വാസമാകുന്നത്? മരണത്തിന്റെ താഴ്വരയിൽ കൂടെ കടന്നു പോകുന്നവന് എങ്ങനെയാ ഈ വടിയും കോലും ആശ്വാസമാകുന്നത്? അവിടെ ഒരു വാക്യമുണ്ട്, ഞാൻ നിന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. ദൈവം കൂടെയുണ്ട്, ശരി, ആശ്വാസമാണ്. അതിനപ്പുറം ഹല്ലേലൂയ ഒരു വടിയും കോലും അതെങ്ങനെ എനിക്ക് ആശ്വാസമാകുന്നത്? എന്നെ നിയന്ത്രിക്കുവാൻ, എന്നെ ഇങ്ങനെ പോകരുത് എന്ന് പറയുവാൻ, എന്നെ നല്ലൊരു ഡിസിപ്ലിനായിട്ട് വളർത്തുവാൻ എന്റെ ശോധനയിലും ഈ വടിയും പോലും ആവശ്യമായിരുന്നു. ഹല്ലേലൂയ. നമ്മള് കുഞ്ഞുങ്ങളെ ശാസിക്കാറുണ്ട്, നാം കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാറുണ്ട്. ഉപദ്രവം എന്ന് പറയാൻ പറ്റത്തില്ല, ശിക്ഷിക്കാറുണ്ട്. അല്ലെ? എന്തിനു വേണ്ടിയിട്ടാ? ഇവർ നന്നാകണമെന്നുള്ള, അല്ലെങ്കിൽ ഇവർ നല്ല സ്വഭാവമുള്ള കുഞ്ഞുങ്ങളായി വരേണ്ടത്. ഇനി അതും പോലാണ്ട് ചിലപ്പോൾ ശിക്ഷിച്ചു കഴിഞ്ഞിട്ട്, ഇത് ഞാൻ ചെയ്തിട്ടുള്ള കാര്യം, ശിക്ഷിച്ചു കഴിഞ്ഞിട്ട് വളരെ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ കൊണ്ടുപോയി എന്തിനാണ് ശിക്ഷിച്ചതെന്ന് പറഞ്ഞു മനസ്സിലാക്കിച്ചു കൊടുക്കും. അല്ലെ? അപ്പോ എന്തിനാ പറഞ്ഞു മനസ്സിലാക്കുന്നത്? അടിയുടെ കാര്യങ്ങളുണ്ട്. ഇതിനെന്തിനാ ശിക്ഷിച്ചത്? ഇന്നതൊക്കെ മര്യാദക്ക് ചെയ്യാഞ്ഞത് കൊണ്ടാ ഈ വേദന അനുഭവിക്കേണ്ടി വന്നത് എന്ന് ഓർമ്മപ്പെടുത്താറുണ്ട്. ഇവിടെയും കൂരിരുൾ താഴ്വരയുടെ അനുഭവത്തിൽ ഭക്തനായവൻ കടന്നുപോയപ്പോൾ അവിടെ പറയുകയാണ്, ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം ദൈവം എന്നോട് കൂടെയുണ്ട്. അതിനുശേഷം പറയുകയാണ്, ആ വടിയും കോലും എനിക്ക് ആശ്വാസമാണ് എന്ന് പറഞ്ഞ കഴിഞ്ഞ നാളുകളിൽ ശിക്ഷിച്ചതായ ഒരു വടിയും കോലുമാണ്. കഴിഞ്ഞ നാളുകളിൽ നിന്നെ ഡിസിപ്ലിൻ ചെയ്തതായ ഈ വടിയും കോലുമാ. ഇതൊന്ന് നിനക്ക് ആശ്വാസമാകുവാൻ നിന്റെ അടുക്കൽ കൊണ്ടുവരും, ഉപദ്രവിക്കുവാനല്ല. ഹല്ലേലൂയ. നീ പോയ വഴി ശരിയല്ലെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തേണ്ടതിന് അവൻ അനർത്ഥ ദിവസം നിന്റെ മുൻപിൽ കൊണ്ടുവന്നിട്ട് ഈ വടി ഒന്ന് കാണിപ്പാനിടയാകും. എന്തിനാണെന്നറിയാമോ? നിന്റെ വഴിയെ നേരെയാക്കുവാൻ, നിന്റെ പാതകളെ ശരിയാക്കുവാൻ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ഓർമ്മപ്പെടുത്തി കൊണ്ടുവരുന്നതായ ഒരു മേഖലയാണ് നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന് ഭക്തനായവൻ വിളിച്ചു പറയുക. ഇവിടെ ദാവീദ് എന്ന
നിന്ന ഭക്തൻ പറയുകയാണ്, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. എന്നാൽ ഇങ്ങനെ പറയുന്ന വളരെ ചുരുക്കം പ്രിയപ്പെട്ടവർ മാത്രമേ ഉള്ളൂ. കർത്താവ് കൂടെ ഇരിക്കുന്നു എന്ന് തന്നെ തന്നെ കൺഫേം ആയിട്ട് എശ്വർ ചെയ്യുന്ന പറയുന്ന ചില പ്രിയപ്പെട്ടവരെ മാത്രമേ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയൂ. വേദവചനത്തിൽ കാണും. ബാക്കി എല്ലായിടത്തും ദൈവം തന്നെയാണ് തന്റെ മക്കളുടെ അടുക്കൽ വന്നിട്ട് പറയുന്നത്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദിന് വ്യക്തമായി അറിയാം, താൻ ഏത് അനർത്ഥത്തിൽ കൂടെ കടന്നുപോയാലും തന്റെ ദൈവം തന്നോട് കൂടെ ഉണ്ട് എന്നുള്ളത് അറിയാം. പക്ഷേ പഴയ ദൈവ ഭക്തന്മാരെ എല്ലാം ദൈവം അശ്വരീയമാരുടെയായി. അബ്രഹാമിനോട് പറയുക, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലം, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇസ്ഹാക്കിനോട് പറഞ്ഞു, നിന്റെ അപ്പനായ അബ്രഹാമിനോട് അരുളി ചെയ്ത അതേ ദൈവം തന്നെ ഞാൻ എങ്ങനെ അവനോട് കൂടെ ഇരുന്നോ അതുപോലെ തന്നെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഇത് കഴിഞ്ഞ് യാക്കോബിനോട് പറയുക, നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ദൈവമാണ്, അവരോട് കൂടെ ഞാൻ ഇരുന്ന് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരുടെ അടുക്കൽ എല്ലാം ചെന്ന് ദൈവം അശ്വര ചെയ്യുക, ഞാൻ കൂടെ ഇരിക്കുമെന്ന്. ഇനി പോട്ടെ, മോശയോട് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെ പോരും. മോശ പറയുന്ന ഒരു വാക്കുണ്ട്, കർത്താവേ നിന്റെ സാന്നിധ്യം ഞങ്ങളോട് പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. അതിനുശേഷം യോശുവയുടെ അടുക്കൽ കടന്നു യോശുവനോട് പറയുക, എന്റെ ദാസനായ മോശ മരിച്ചു, ഇനി നീയാ ഈ ജനത്തെ കൊണ്ടുപോകേണ്ടത്. ഞാൻ എങ്ങനെ മോശയോട് കൂടെ ഇരുന്നോ അതുപോലെ തന്നെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അപ്പൊ ദൈവം ഒരു മനുഷ്യന്റെ അടുക്കൽ കടന്നു വന്നിട്ട് പറയുക, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ളത്. വ്യത്യസ്തനായ ഒരു ചോദ്യം ഒരുവൻ ചോദിക്കാനിടയായി. യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെയും ഭവിക്കുന്നത് എന്ത്? ആരായില്ലേ യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെയും നമുക്ക് ഭവിക്കുന്നത് എന്ത്? ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇതയോ ചോദ്യം, ഗോതമ്പ് മിഥ്യാന്യന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം മുന്തിരി ചക്കിനടിയെ വെച്ചും മെതിച്ചുകൊണ്ടിരിക്കുന്നവന്റെ അടുക്കൽ അല്ലയോ പരാക്രമശാലിയായ യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞതായി. അവിടെ ഗിദെയോനെ ദൂതൻ എക്സ്പ്ലോർ ചെയ്യുക, ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്ന്. അപ്പൊ ഗിദെയോൻ അറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? യഹോവ കൂടെ ഉണ്ടെങ്കിൽ എന്താ ഞങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥമൊക്കെയും വരുന്നത് എന്ന് പലരുടെയും ചിന്തയും ചോദ്യം അതല്ലേ. അനേകർ ചോദിക്കുന്ന ചോദ്യം ഇതാ, ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാ ഈ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്നത്? ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഈ പ്രതികൂലം ഞാൻ എന്തിനാ ഏൽക്കുന്നത്? ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ സഹിക്കുന്നത് എന്തിനാ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഗിദെയോൻ ചോദിച്ച ചോദ്യം, യഹോവ കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെയും ഭവിക്കുന്നത് എന്ന്. ദൈവം അവനെ പഠിപ്പിക്കുവാനേ. എന്താണെന്നറിയാമോ? ഞാൻ കൂടെ ഉണ്ടെന്ന് യശ്വർ ചെയ്യുവാനായിട്ട് ഗിദെയോൻ ചോദിച്ച ചോദ്യ സംശയങ്ങളെല്ലാം ദൂതൻ നിർവഹിച്ച് കാണിപ്പാൻ, അല്ലെങ്കിൽ അത് എക്സാമ്പിൾ ആയിട്ട് ചെയ്ത് കാണിപ്പാനിടയായി. എന്നിട്ട് അശ്വർ ചെയ്തു, ഐ ആം ദ വൺ ഐ ആം, ഞാൻ ആകുന്നവൻ ഞാനാകുന്നു എന്ന് അവന് വ്യക്തമാക്കി കൊടുത്തപ്പോൾ അവന്റെ ജീവിതത്തിൽ അവന്റെ കുടുംബത്തിൽ നിന്നും വേണ്ടാത്തത് മാറ്റിക്കളയുവാൻ ഗിദെയോൻ ഒരുങ്ങുവാൻ അവൻ വ്യക്തമാക്കി. ഒരുവൻ ദൈവത്തെ റിവീൽ ചെയ്ത് കൊടുത്തപ്പോൾ, ദൈവത്തെ വേണ്ടതുപോലെ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അവൻ ഗിദെയോനോട് പറയാൻ, നിന്റെ അപ്പനുള്ള ബലിപീഠം അതൊന്ന് ഇടിച്ചു കളയണം. ഹല്ലേലൂയ. അതിരാവിലെ എഴുന്നേറ്റ കുടുംബത്തിന്റെ യാഗ കല്ല് പൊളിച്ചു നീക്കി. ഹല്ലേലൂയ. അപ്പോ ഗിദെയോനോട് കൂടെ ചില പ്രിയപ്പെട്ടവർ, അവരുടെ സ്നേഹിതന്മാർ കൂടെ നിന്നു. എന്തിനേക്ക്? പൊളിച്ചു നീക്കുവാൻ. രാവിലെ ഭക്തര് എന്ന് പറഞ്ഞാൽ
മരിച്ചു കിടക്കുന്നതാ. ഇതാര് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അവിടെ പറയുകയാണ് ഗിദെയോനാണ് ഇത് ചെയ്തതെന്ന് വ്യക്തമാണ്. അവന്റെ അടുക്കൽ ചെന്നിട്ട് പറയാ, നിന്റെ മകനെ ഇങ്ങോട്ട് താ. ഹല്ലേലൂയ. എന്ന് രാത്രി പറയട്ടെ, ഹല്ലേലൂയ. നിനക്ക് വേണ്ടി പുറത്ത്, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി പുറത്ത് അവൻ അവകാശം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അവൻ ഇവനെ ഇങ്ങോട്ട് വിട്ടതാ. ഹല്ലേലൂയ. ഇവനെ ഇങ്ങോട്ട് വിട്ടതാ എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് നേരെ അവകാശം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന പ്രിയപ്പെട്ടവരാ അധികവും. ഒരാളും രണ്ട് ആൾക്കാരൊന്നും അല്ല, ഒരു കൂട്ടം ജനമാണ് എവിടെ വന്നത്. അവൻ ഗിദെയോന്റെ ഭവനത്തിൽ വന്നിട്ട് ഗിദെയോനെ ചോദിക്കുന്നേ. ഗിദെയോന്റെ അപ്പം വന്നിട്ട് പറയാ, ഹല്ലേലൂയ, ബാലിന് വേണ്ടി നിങ്ങളോ വാദിക്കുന്നത്? ബാല് ദൈവമെങ്കിൽ ഇപ്പോൾ അവൻ മരിക്കട്ടെ. ആമേൻ. ബാലിന്മേൽ എന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ, ഇപ്പോൾ എന്റെ മകൻ ചെയ്തത് തെറ്റാണെങ്കിൽ ഇപ്പോൾ അവൻ മരിക്കണം. ഹല്ലേലൂയ. ഏത് പിതാവിന് പറയാൻ പറ്റും തന്റെ മകന്റെ നേരെ ചൂണ്ടിട്ട് പറയുക, ബാല യഥാർത്ഥ ദൈവമെങ്കിൽ ഇപ്പോൾ മരിക്കണം. കുടുംബത്തിന്റെ യാഗവസ്തുവായി യാഗപീഠമായി ഇടിച്ചു കളഞ്ഞ് ഇതുവരെ അപ്പൻ പോലും നിന്നതായ സ്ഥാനമാ. അതിടിച്ചു കളഞ്ഞ ജനം ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ മകന് പേര് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ബാലാണ് ദൈവമെങ്കിൽ ഇന്ന് വിധി വരണം. നമുക്ക് വായിച്ചു പോകുമ്പോൾ വളരെ നിസ്സാരമാണ്. ബട്ട് അവിടെ എടുത്ത ഡിസിഷൻ ഉണ്ടല്ലോ, അതായത് കോർ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഏറ്റവും ശ്രേഷ്ഠമായത്. തടിയുടെ കണക്ക് പറയേണ്ടി അതിന്റെ ഉൾവശം, അതിന്റെ കാതൽ, ആ കോർ എന്ന് പറയുന്നത് ഗിദെയോന്റെ അപ്പനെടുത്ത ഡിസിഷനാണ്. ഹല്ലേലൂയ. ആ വാക്യം മുൻപാകെ എല്ലാവരും പോയി. അന്ന് മുതൽ ഗിദെയോനെ ദൈവം മാനിക്കുവാനായി. അപ്പൊ ഈ ദിവസങ്ങളിൽ ഞാൻ പറയട്ടെ, നിന്റെ ഒറ്റ ഡിസിഷന്മേലാണ്, നിന്റെ ഒറ്റ തീരുമാനത്തിന്മേലാണ് ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ദൈവം കൽപ്പിച്ചതനുസരിച്ച് ചെയ്യുവാൻ ചുവട് മുന്നോട്ട് വെച്ചതായ ഗിദെയോനെ ദൈവം മാനിപ്പാനായിട്ടിടയായി. അവന് മനസ്സിലായി, ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്ന് അവന് മനസ്സിലായി. 300 പേരെയും കൊണ്ട് ഒരു പട്ടണം പിടിക്കുവാൻ അവൻ പോകുവാൻ കഴിഞ്ഞു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ മേൽ വെളിപ്പെടുമ്പോൾ അവൻ പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാമോ? ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും, എന്തിനാ പിന്നെ എനിക്ക് വേദന തന്നേ? എന്തിനാ എനിക്ക് പ്രയാസം തന്നേ? എന്തിനാ എനിക്ക് ബുദ്ധിമുട്ട് തന്നേ? അവൻ എന്താ അനേക തിയോളജി മാറി മാറി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്താണെന്നറിയാമോ? അവൻ പ്രോസ്പെരിറ്റി തിയോളജി വരെയായി. എന്തിനാ? ഹല്ലേലൂയ. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഒന്നിനും ഒരു പ്രശ്നം വരത്തില്ല. എല്ലാം സമൃദ്ധിയായി ലഭിച്ചുകൊണ്ടിരിക്കും. രോഗവും ദുഃഖവും വരുന്നത് നിന്റെ മേൽ വരുന്ന ശാപമാ. ദൈവം വസിച്ചാൽ അതെല്ലാം മാറും എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, സംഗീതക്കാരൻ പറയുകയാണ്, കൂരിരുൾ താഴ്വര എന്ന് പറഞ്ഞാൽ അർത്ഥത്തോളം മരണത്തിന്റെ താഴ്വര എന്ന അടുത്ത ട്രാൻസ്ലേഷൻ ഉള്ളത്. മരണത്തിൻ്റെതായ താഴ്വര എന്ന് പറഞ്ഞാൽ മരണം മുഖാമുഖമായി കാണുന്നതായ അവസരത്തിലും കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും, that means no more problems, ഒരനർത്ഥവും എനിക്ക് ഭവിക്കുകയില്ല. What's the reason? എന്താ കാരണം? നീ എന്നോട് കൂടെ ഉണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? കർത്താവ് എന്നോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പോകുന്നതായ ഏതവസ്ഥയിലും അതിൽ നിന്ന് എന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായവനാണ് എന്നോട് കൂടെ ഉള്ളത് എന്ന അവസാന ശ്വാസം വരെയും നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏത് വേദനയിൽ കൂടെ കടന്നുപോയെങ്കിലും അവസാന
ദൈവത്തെ തള്ളിക്കളയരുതേ, ദൈവത്തെ തള്ളിപ്പറയരുതേ. അതാ യോബ് ചെയ്തത്. അവിടെ പറയുന്ന ഓട്ട് കഷ്ണം കൊണ്ട് ചുരണ്ടിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ ഓട്ട് കഷ്ണം കൊണ്ട് ചുരണ്ടാണെങ്കിൽ മാംസം വരെ വിട്ടുപോകുന്ന രീതിയില് ഹല്ലേലൂയ അവൻ ചീകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ സ്കിന്നില് പൊടിയിലും ചാരത്തിലും കിടക്കുക. അവൻ ആ അവസ്ഥ കണ്ടിട്ട് ഭാര്യ പോലും പറയുക, നീ നിന്റെ ഭക്തി വിട്ടുകാണ്, ചത്തുപോണം. കാരണം അവൻ ഭക്തനായിരുന്നു. നല്ല സമയത്ത് അവന്റെ മക്കൾക്ക് വേണ്ടി പോലും യാഗം ചെയ്തുകൊണ്ടിരുന്നവനാ. മക്കള് തെറ്റിപ്പോയോ, മക്കള് ദൈവത്തിനെതിരെ അവൻ തെറ്റായിട്ട് വല്ലതും ചെയ്തു പോയോ എന്ന് സംശയിച്ചിട്ട് അതിനുവേണ്ടി പ്രാശ്ചിത്തം ചെയ്ത ഒരു പുരോഹിതനാണ് യോബ്. ഹല്ലേലൂയ. ആ യോബ് പറയുക, നീ ഒരു പൊട്ടി സംസാരിക്കുന്നവരെ സംസാരിക്കുക. യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എത്രമാത്രം തീഷ്ണതയുണ്ട് ആ വാക്കിനെന്നറിയാമോ? എന്ന് പറഞ്ഞാൽ യോബ് പറയും, ഞാൻ നഗ്നനായി വന്നു, നഗ്നനായി തന്നെ ഞാൻ മടങ്ങിപ്പോകും. ദൈവം തന്നതായല്ല, എനിക്ക് നേടുവാൻ കഴിഞ്ഞതെന്ന് പറയത്തക്കവണ്ണം ഒന്നുമില്ല, എല്ലാം അവന്റെ ദാനമാ. നിമിഷ നേരം കൊണ്ട് ഓരോന്നോരോന്ന് കൂട്ടം കൂട്ടമായി അതിൽ ഒരുവൻ മാത്രം ശേഷിച്ചുള്ളൂ. എന്തിനാണെന്നറിയാമോ? ഈ വർത്തമാനം വന്ന് പറയാൻ. അവന്റെ കൃഷി എല്ലാം നശിച്ചപ്പോൾ ഒരുത്തൻ ഓടി വരികയാണ്. അവന്റെ മൃഗസമ്പത്തെല്ലാം നശിച്ചപ്പോൾ ഒരുത്തൻ ഓടി വരും. ഞണ്ട് പറയാം, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചു, ബാക്കി എല്ലാവരും പോയി. ഈ വർത്തമാനം പറയാൻ ഒരുത്തൻ ശേഷിച്ചു. ഒരു കൂട്ടം ആൾക്കാർ പണിക്കാരുണ്ടായിരുന്ന സ്ഥലത്ത് ഒരുവൻ മാത്രം ശേഷിച്ചിട്ട് വന്നിട്ട് പറയാൻ, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചു. അവിടെ ഒന്നും യോബ് ദൈവത്തിനെതിരായ ഒരു വാക്ക് പോലും സംസാരിച്ചില്ല. കാരണം എന്താണെന്നറിയാമോ? അവൻ ഈശ്വരൻ കിട്ടുവാൻ, അവൻ ദൈവം കൂടെയുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുവാനിടയായ ഒരു ഭക്തനാണ് യോബ്. അങ്ങനെ ബോധ്യമായ ഒരു ഭക്തനാണ് ദാവീദ്. ആ ദാവീദാണ് പറയുന്നത്, അവൻ എന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ എന്നെ ശാസിച്ച, എന്നെ ഉപദ്രവിച്ചതായ ആ വടിയും കോലും എനിക്ക് ഇന്നും ആശ്വാസം. എനിക്ക് വേദന എടുത്ത് എന്നെ ഡിസിപ്ലിൻ ചെയ്യുവാനായിട്ട് എനിക്കെതിരെ പ്രയോഗിച്ചതായ വടിയും കോലും എനിക്ക് ഇന്നും ആശ്വാസമാണ്. എത്ര പേർക്ക് അതിന്റെ ആഴത്തിലേക്ക് ഒന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞു? കഴിഞ്ഞ നാളുകളിൽ ഞാൻ നടക്കേണ്ടത് വഴിയും പോകേണ്ടത് പാതയും ഈ വടി കൊണ്ട് എന്നെ കാണിച്ച് എന്നെ ഹല്ലേലൂയ ശാസിച്ച് നടത്തിയതായ ഈ വടിയുണ്ടല്ലോ, ഈ കോലുണ്ടല്ലോ, അത് എനിക്ക് ഇന്നും ആശ്വാസമാണ്. കാരണം അറിയാമോ? എന്നെ നേരായി നടത്തേണ്ടത്. എന്റെ അടുത്ത വാക്യം പറയുകയാണ്, അതുകൊണ്ടാണ് എന്റെ ശത്രുക്കൾക്കാകെ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകിച്ചു, എന്റെ പാനപാത്രം നിറഞ്ഞു വീഴുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആയുഷ്കാലമൊക്കെയും എന്ന് പറഞ്ഞാൽ at the last breath of your life, നിന്റെ അവസാന ശ്വാസം വരെ എന്തൊക്കെയാ പിന്തുടരുന്നത്? നന്മയും കരുണയും. കരുണയില്ലാത്തവർ കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കുന്നത്. ഒരു കുരുടൻ നിലവിളിച്ചെന്നറിയോ? ദൈവമേ എന്റെ കണ്ണു തുറക്കണമേ എന്നല്ല. എന്താ നിലവിളിച്ചേ? കരുണ ഉണ്ടാകണമേ. ബിക്കോസ് അവൻ കരുണ കാണിച്ചാൽ എന്റെ ഈ കണ്ണിന്റെ പ്രോബ്ലം മാത്രമല്ല, എന്റെ ശരീരത്തിലുള്ള ഏത് പ്രോബ്ലം മാറ്റാൻ കഴിയുന്ന അവനാ. ഹല്ലേലൂയ. എന്റെ കർത്താവ് ഉത്തമ ബോധ്യമുണ്ടായ അവനെ വിളിച്ച് പറഞ്ഞ് എന്നോട് കരുണ ഉണ്ടാകണമെന്ന്. ഹല്ലേലൂയ. എന്നൊരു ഡോക്ടേഴ്സിന് ചെയ്യാൻ പറ്റാത്ത ഒരു ഡോക്ടർ ചെയ്യുമ്പോ അവൻ കണ്ണിന്റെ പ്രശ്നമാണ്. കണ്ണിന്റെ ഡോക്ടറെ എല്ലാം പറയും, അവൻ പ്രഷറും ഷുഗറും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരണം. ഹല്ലേലൂയ. കണ്ണിലേക്കുള്ള പ്രഷർ നോക്കണം, കണ്ണിലേക്കുള്ള ഷുഗർ നോക്കണം.
ഇതെല്ലാം വേറെ ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ടും കൊണ്ടുവരണം. അത് കഴിഞ്ഞിട്ട് എക്സ്റേ എടുക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ ഇതെല്ലാം നോക്കി എല്ലാം ശരിയായി എന്ന് പറയുമ്പോഴായിരിക്കും പറഞ്ഞ ഒരു സർജറി ആവശ്യം. എന്നാൽ ഒറ്റ പ്രാർത്ഥന പറഞ്ഞാൽ മതി, ദൈവമേ കരുണ ഉണ്ടാകണമേ. കുരുടൻ ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥന കരുണ ഉണ്ടാകണമേ എന്ന് ആ പ്രാർത്ഥനയ്ക്ക് അവൻ മറുപടി. ഇതുപോലെ ഒറ്റ പ്രാർത്ഥനയിൽ മറുപടി കിട്ടിയ പ്രിയപ്പെട്ടവരുണ്ടോ? ആരാധറിയാമോ? അവസാന നിമിഷം കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണം. ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. അവന്റെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടെത്തിയതായ ഒറ്റ സമയം അവൻ ഒരു പ്രാർത്ഥനയെ പറഞ്ഞുള്ളൂ, കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഒന്ന് ഓർക്കണം. അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയതെന്ന് അറിയാമോ? ഇന്ന് നിന്റെ ഈ സമയം മറ്റുള്ളവരാണെങ്കിൽ ചോദിക്കുന്ന ചോദ്യം കേട്ടത് എന്ത് പറയും? എന്റെ മരിയാൻ പോവാ അല്ലേ? മരിക്കാൻ പോണ ഒരുത്തനാ മരിക്കാൻ പോണ വേറെ ഒരുത്തൻ്റെ ചോദിക്കുന്നത്. എടാ താഴെ നിൽക്കുന്ന ഞങ്ങളടുത്ത് പറ, ഞങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ അവന് കിട്ടിയ വെളിപ്പാടെന്ന് പറയുന്നത് ഒരു മനുഷ്യർക്ക് കിട്ടാത്ത വെളിപ്പാടാ ക്രൂശിക്കണമെന്ന് അവനെ ലഭിക്കുവാനിടയായത്. ഇത്രമാത്രം അനേക ആളുകൾ ആ ക്രൂശിന്റെ ചോട്ടിലുണ്ട്. അവർക്കൊന്നും ലഭിക്കാത്തതായ ഒരു വെളിപ്പാട് ക്രൂശിൽ കിടന്ന ഒരു കള്ളൻ, 2 കള്ളന്മാരുണ്ടായിരുന്നു, അതിൽ ഒരുവനാ കിട്ടിയേ. അവൻ പറഞ്ഞ, കർത്താവേ നീ രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. ഒറ്റ പ്രാർത്ഥനയിൽ ശ്രേഷ്ഠകരമേറിയ ഒരു മറുപടി, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിലിരിക്കും. കർത്താവ് ദൈവം എന്ന് വെളിപ്പെടുവാൻ വേറെ എന്തെങ്കിലും വേണം? ഹല്ലേലൂയ. കർത്താവ് ദൈവമാണെന്ന് വിളിച്ചു പറയാൻ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒരു സാധാരണ മനുഷ്യന് പറയാൻ പറ്റുമോ? ഞാൻ അവിടെ നിത്യ ജീവികളിലേക്ക് പോവുക, അതുകൊണ്ട് നീ ഇന്ന് എന്നോട് കൂടെ ഇരിക്കുന്നത്. അത് കൊടുക്കുവാൻ കഴിയുന്ന ഒരുവരെ ഉള്ളൂ. അവന് മനസ്സിലായപ്പോൾ വിളിച്ചു പറഞ്ഞു, എന്റെ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, കൂടെ ഉണ്ട് എന്ന് പറയുന്നവൻ നാളെ കൈവിട്ടിട്ട് പോകുന്നവനല്ല. മനുഷ്യരെല്ലാം കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു സമയം വരെ അടുത്ത് നിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതിനപ്പുറം ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു രോഗിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോ സാധാരണ രോഗമൊക്കെ ആണെങ്കിൽ എന്ത് പറയും? വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. വാർഡിൽ നമുക്ക് എല്ലാവർക്കും പോയി കാണാനുള്ള സൗകര്യം ഒരുക്കും. ഇനി ഇച്ചിരി കൂടി പ്രശ്നമുള്ളതാണെങ്കിൽ എവിടത്തേക്ക് പോകും? ICU യൂണിറ്റിലേക്ക് മാറ്റും. അവിടെ ഒരു ടൈം ഫ്രെയിം വെക്കും. ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ആൾക്കാർക്ക് വന്ന് കാണാം. അതും അതിന് നിബന്ധനകളോ 1-2 പേർക്ക് വന്ന് കാണാം. അതിന് നിബന്ധന. ഇനി ഇച്ചിരി കൂടി സീരിയസ് കണ്ടീഷനായി ഏത് സമയം പോകാമെന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ ആൾക്കാരെയൊക്കെ റെസ്ട്രിക്ട് ചെയ്യും. ഞങ്ങൾ വളരെ പരിചരിച്ചുകൊണ്ടിരിക്കണം. ഈ സമയത്ത് ആരെയും കേൾക്കാൻ പറ്റത്തില്ല, കാണിക്കാൻ പറ്റത്തില്ല. ആരാളെ ഒറ്റയ്ക്ക് അല്ലേ? ഇന്ന് രാത്രി പറയട്ടെ, കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന ഒരു ദൈവം. ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതേവരോട് പറയുക, നീ ചെയ്, ഞാൻ നിന്നെ ഐശ്വര്യ, ഞാൻ കൂടെ ഉണ്ടെന്നുള്ളത്. നിലം ഉണങ്ങി തോല് നനഞ്ഞിരിക്കണോ? ഇതാ. ഇനി തോൽ ഉണങ്ങി നിലം നനഞ്ഞിരിക്കണോ? ഇതാ. ഇനി യാഗവസ്തു കൊണ്ടുവന്നോ? യാഗത്തെ ജയിപ്പിക്കണോ? ഇതാ. നിന്നെ ഐശ്വര്യ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ ഐശ്വര്യൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? പുതിയ നിയമസഭയാകുന്ന നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഈ ഐശ്വര്യൻസ്? കിട്ടിയിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എന്താ പറഞ്ഞ കർത്താവ്? ആമേൻ. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കാം. ആമേൻ. അവസാനത്തോളം
ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ആമേൻ. ഈ വാഗ്ദത്തം നമുക്കുള്ളത് കൊണ്ട് അത് മുറുകെ പിടിച്ച് ഞാൻ നിങ്ങൾ യാത്ര ചെയ്താൽ മതി. വിശ്വാസത്തോടെ പറയണം, ദൈവം എന്നോട് കൂടെ ഉണ്ടാകും. ഞാൻ പോകുന്നിടത്തൊക്കെ യാക്കോബിന്റെ ഒരു പ്രാർത്ഥന, കർത്താവേ ഞാൻ പോകുന്ന വഴി എന്നെ സൂക്ഷിച്ച് ഞാൻ എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്നത് വരെ നീ എന്നെ പരിപാലിക്കുന്നെങ്കിൽ നീ എനിക്ക് ദൈവമായി. അവനെ മടക്കി കൊണ്ടുവന്നു. അവൻ ലഭിച്ച സകലത്തിൽ നിന്നും അവരോട് പറയാ, നീ പോരേണ്ട സമയമായി എന്ന് പറഞ്ഞ് പോന്നിട്ട് ഈ സ്ഥലത്ത് കൊണ്ടുവന്നു. അവൻ യാക്കോബ് നേർന്ന സ്ഥലത്ത് ദൈവം അവനെ കൊണ്ടുവന്നു. എന്നിട്ട് ഓർമ്മപ്പെടുത്തി, ഇവിടെയാ നീ എന്നോട് നേർച്ച നേർന്നേ. അവൻ എന്താ നീ ദൈവമായിരിക്കുമെന്ന് നീ പറഞ്ഞില്ലേ, ആ സ്ഥാനമായത്. കഴിഞ്ഞ നാളുകളിലെല്ലാം നീ പോയിടത്തൊക്കെയും ഞാൻ കൂടെ ഇരുന്ന് എന്തിനാണെന്നറിയാമോ? നീ പറഞ്ഞ വാക്ക് നിവർത്തിക്കേണ്ടതിന് നിന്നെ ഇവിടെ മടക്കിക്കൊണ്ടുവരുന്നതിനാ. മടക്കിക്കൊണ്ടുവന്ന് അവനെ വെളിപ്പെടുത്തിയിട്ട് അവന്റെ ജീവിതത്തിൽ ആശ്രയിക്കുവാനുള്ള സകലം നൽകി കൊടുക്കാനിടയായി. എന്റെ രാത്രി ആശ്രയിച്ചാൽ ദൈവത്തിന്റെ വിട്ടുതൽ കാണും. ആശ്രയിച്ചാൽ അവന്റെ കരുതൽ കാണും. ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവസന്നിധിയിലേക്ക് കർത്താവ് എന്നോട് കൂടെ. ഞാൻ പോകുന്ന വഴിയിൽ എന്റെ പ്രതിസന്ധി ഘട്ടത്തിലുള്ള ജീവിത മേഖലകളിൽ, എന്റെ ജോലി മേഖലകളിൽ, ഞാൻ അനുഭവിക്കുന്ന മനോവേദനകളിൽ, ഞാൻ സങ്കടപ്പെടുന്ന വിഷയങ്ങളിൽ, കർത്താവേ ഞാൻ കരയുന്നതായ ഓരോ വിഷയങ്ങളിലും ദൈവമേ എന്റെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന് ഞാൻ ഇന്ന് രാത്രികാലം പൂർണ്ണമായി വിശ്വസിക്കുക. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ഒരു ബാധ നിന്റെ കൂടാരത്തിനെടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടത് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കണ്ടിരിക്കും. ഈ ദിവസങ്ങളുടെ വാഗ്ദത്തത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്കായിരിക്കാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. കേൾപ്പിക്കപ്പെട്ട